കോച്ചിന് ഇഷ്ടം വണ്ടിപ്പുട്ടാണെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ? ഡേ 16 ഓഫ് 90 ഡേയ്സ് ചലഞ്ച്. രാവിലെ എണീറ്റു, വെയിറ്റ് നോക്കി, ഹാല വർക്കൗട്ട് ചെയ്ത ശേഷം എയർ ഫ്രഷ് കുടിച്ച് പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി. അതുകഴിഞ്ഞ് ഹാളൊന്ന് അടിച്ചു വാരി. അപ്പോൾ 2 മക്കളും എണീറ്റിരുന്നു. അവരെ കുളിപ്പിച്ചു, ഡ്രസ്സ് മാറ്റി. ചെറിയവളെ അൻസാഫ് നോക്കി. മൂത്തവളെ ഒരുക്കിയതിനു ശേഷം ചെറിയവൾക്കും ഡ്രസ്സ് മാറ്റി കൊടുത്തു. അൻസാഫും മജീദും കോച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ക്ലബിലേക്ക് വന്നു. അതിനുവേണ്ടി അവരുടെ വണ്ടി മുഴുവൻ അവർ കഴുകി. പിന്നെ നേരെ പിടിച്ചു ക്ലബിലേക്ക്. അപ്പോഴത്തേക്കും എഡ്യൂക്കേഷൻ സെഷൻ തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് അൻസാർക്ക് എല്ലാവരോടും ഫോളോ അപ്പ് ചോദിച്ചു. ക്ലബ് ആക്ടിവിറ്റി കഴിഞ്ഞ് ഞങ്ങൾ ചലഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ടോക്ക് ടു പീപ്പിൾ. അത് കഴിഞ്ഞ് എന്റെ താത്താക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയി. തിരിച്ചു വരുമ്പോൾ എന്റെ കൊല്ലമ്പടിയിലെ വീട്ടിൽ കയറി പുട്ടും കറിയും കഴിച്ച്. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് 2 അണ്ടിപ്പുട്ടും കൂടി ബാക്കിയുണ്ട്. ഉടനെ എന്റെ കോച്ചിനെ ഓർമ്മ വന്നു. വഴിയിൽ എന്റെ സ്പോൺസറിനെ കണ്ടു. പാവം എന്റെ മോൾ സ്കൂള് വിട്ട് മാമന്റെ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവളെയും കൂട്ടി നേരെ വീട്ടിലേക്ക് വിട്ടു. പ്രതിവാക്ക് ഡൈനോ ഷേക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ ജിമ്മിലേക്ക് പോയി. ആകെ സീനായി. റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് കെട്ടിക്കിടന്ന എല്ലാ ഷൂകളും ഒഴിവാക്കാനായി ജിം ട്രെയിനർ നബീൽ കവറിൽ എടുത്തു വെച്ചു. കൂട്ടത്തിൽ എന്റെ വർക്കൗട്ട് ഷൂവും പെട്ടു. എന്തുമാവട്ടെ, ഇന്ന് ബൈസെപ്സിനാണ് ഷൂ ഇല്ലാതെ കളിച്ചത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഭാര്യ അലക്കി വെച്ച ഡ്രസ്സ് ഉണക്കാൻ തോരയിട്ടു. ഇതാണ് ഇന്നത്തെ പ്രോഗ്രസ് ഫോട്ടോ. അപ്പോ ബായ്.